നമസ്കാരം. ദേവസൈനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 53ലേക്കും ഏവർക്കും സ്വാഗതം. താൻ ചെയ്ത തെറ്റു മനസ്സിലാക്കി ദേവേന്ദ്രൻ ബ്രഹ്മദേവന്റെ കൽപ്പന പ്രകാരം ഭഗവാനെ ഇന്ദ്രനായി അഭിഷേകം ചെയ്യാൻ കാമധേനുവിനോടൊത്ത് വൃന്ദാവനത്തിലേക്ക് വന്നതും അവിടെ ഭഗവാനെ കാമധേനുവിന്റെ ക്ഷീരം കൊണ്ട് ഇന്ദ്രനായി അഭിഷേകം ചെയ്തതുമാണ് കഴിഞ്ഞ പംക്തിയിൽ നാം ദർശിച്ചത്. അതിൻ്റെ തുടർച്ച. അടുത്ത പംക്തി: നന്ദഗോപർക്ക് വരുണലോക ദർശനവും ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനവും. വൈഷ്ണവ ശിഖാമണിയായ നന്ദഗോപർ ഏകാദശി വ്രതം നിരാഹാര നിഷ്ഠയോടുകൂടി ഭക്തിപൂർവം അനുഷ്ഠിച്ചിരുന്നു. ഒരിക്കൽ വ്രതമിരുന്ന് പിറ്റേന്നാൾ ദ്വാദശി കഴിയുന്നതിന് മുൻപ് പാരണ കഴിക്കാനായി സൂര്യോദയത്തിന് വളരെ മുൻപ് തന്നെ സ്നാനത്തിനായി കാളിന്തിയിൽ ഇറങ്ങി. ആ കാലം അസുരന്മാർക്ക് മാത്രം ജലവിഹാരത്തിനുള്ള സമയമായിരുന്നു. ജലദേവതയായ വരുണന്റെ ഒരു ഭൃത്യൻ നന്ദഗോപരുടെ വ്രതനിഷ്ഠയെക്കുറിച്ചറിയാതെ അകാലത്തിൽ യമുനയിലിറങ്ങിയ കുറ്റത്തിനായി പിടിച്ചുകൊണ്ടുപോയി വരുണന്റെ മുൻപിലെത്തിച്ചു. സ്നാനത്തിനായി പോയ നന്ദഗോപർ പ്രഭാതമായിട്ടും തിരിച്ചുവന്നു കാണാത്തപ്പോൾ ഗോപന്മാർക്ക് പരിഭ്രമമായി. അവർ ഭഗവാനെയും ബലരാമനെയും വിളിച്ച് നിലവിളിച്ചു. സർവജ്ഞനായ ഭഗവാൻ നന്ദഗോപർക്ക് എന്ത് സംഭവിച്ചുവെന്ന് സൂക്ഷ്മമായി അറിഞ്ഞു. സർവസമർത്ഥൻ ഉടനെ വരുണ സമീപത്തെത്തി. ഹൃഷീകേശന്റെ ദർശനത്താൽ അതിസന്തുഷ്ടനായ വരുണൻ നാഥനെ അതിവിശേഷമായി പൂജിച്ചു പരിചരിച്ചിട്ട് ഉണർത്തിച്ചു. ഹേ പ്രഭോ, നിന്തിരുവടി കാരുണ്യപൂർവം എഴുന്നള്ളി ദർശനം തന്നതിനാൽ ഇവന്റെ ജന്മം സഫലമായി. ഞാൻ ഇപ്പോഴാണ് ധന്യനായത്. നിന്തിരുവടിയെ ദർശിച്ചതിനാൽ എൻ്റെ കണ്ണുകളും സ്തുതിക്കാൻ കഴിഞ്ഞതിനാൽ വാക്കുകളും സഫലമായി. മായാതീതനും ലീലാമാനുഷ വിഗ്രഹനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. നിന്തിരുവടിയുടെ പ്രഭാവത്തെ അറിയാതെ എൻ്റെ ഭൃത്യന്മാർ അവിടുത്തെ പിതാവിനെ കൊണ്ടുവന്ന അപരാധം പ്രഭുവായ നിന്തിരുവടി ക്ഷമിക്കുമാറാകണം. ഹേ ഗോവിന്ദ, നിന്തിരുവടിയുടെ തൃപ്പാദ സേവാഭാഗ്യം ലഭിക്കാൻ സംഗതിയായതിൽ ഭൃത്യന്മാർ ചെയ്ത ദുഷ്കൃത്യവും അനുഗ്രഹമായി കലാശിച്ചു. ഹേ കൃഷ്ണ, പ്രജകളായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അവിടുത്തെ പിതാവിനെ കൊണ്ടുപോയാലും. ഇപ്രകാരം വരുണൻ ക്ഷമായാചനം ചെയ്ത് സ്തുതിച്ചു കേട്ട് പ്രസാദിച്ച ഭഗവാൻ നന്ദഗോപരെയും കൂട്ടിക്കൊണ്ട് ഗോകുലത്തിൽ മടങ്ങിയെത്തി. വരുണലോകത്തിലെ ഐശ്വര്യാതിശയത്തെയും വരുണന് ശ്രീകൃഷ്ണനിലുള്ള ഭൃത്യഭാവത്തെയും കണ്ടു നന്ദഗോപർ ആശ്ചര്യഭരിതനായി. താൻ കണ്ടതെല്ലാം ഗോപന്മാരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ നന്ദനന്ദനവേഷത്തിൽ തങ്ങളുടെ കൂടെ ക്രീഡിക്കുന്ന സർവേശ്വരൻ സ്വവിഭൂതികളെ കാരുണ്യപൂർവം തങ്ങൾക്കും കാട്ടിത്തന്നിരുന്നെങ്കിൽ എന്ന് ഗോപന്മാർ ആശിച്ചു. അവരുടെ ആഗ്രഹം പറയാതെ തന്നെ സർവജ്ഞൻ അറിഞ്ഞ് ഇപ്രകാരം ചിന്തിച്ചു. ജനങ്ങൾ അവിദ്യ ഹേതുവായി വിഷയസുഖേച്ഛുക്കളായി അവയെ സമ്പാദിക്കാനായി നിരന്തരം ഓരോ കർമ്മം ചെയ്യുന്നു. തന്നിമിത്തം പുണ്യപാപങ്ങൾക്ക് വിധേയരായി ഉച്ചനീച യോനികളിൽ ജനിച്ചും മരിച്ചും സംസാരത്തിൽ ഭ്രമിച്ച് കഴിയുന്നു. ആരും തന്നെ തങ്ങളുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. എൻ്റെ സംബന്ധം നിമിത്തമാണ് ഇവർക്ക് എൻ്റെ പരമപദ ദർശനത്തിന് ആഗ്രഹമുണ്ടായത്. എൻ്റെ ആശ്രിതരായ ഇവരുടെ ആഗ്രഹം സാധിപ്പിക്കണം. ഇപ്രകാരം നിശ്ചയിച്ച് സത്യസങ്കൽപ്പൻ അവർക്ക് ആദ്യം ബ്രഹ്മലോകം കാണിച്ചു കൊടുത്തു. ബ്രഹ്മഹൃദത്തിൽ അവരെ സ്നാനം ചെയ്യിച്ചിട്ട് ഭഗവാൻ പിന്നീട് തൻ്റെ സാക്ഷാത് വൈകുണ്ഠ ലോകത്തെയും തുടർന്ന് സത്യം, ജ്ഞാനം, അനന്തം, സ്വയംപ്രകാശം, സനാതനം എന്നീ ലക്ഷണങ്ങളോടുകൂടി വേദമൂർത്തികളാൽ സ്തുത്യനായ തൻ്റെ സ്വരൂപ ദർശനവും കൊടുത്തനുഗ്രഹിച്ചു. അനന്തരം നിന്തിരുവടി അവരെ ബാഹ്യലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വൈകുണ്ഠനാഥനായി കണ്ടതും ശ്രീകൃഷ്ണനെ തന്നെ ആയിരുന്നതിനാൽ നന്ദാദി ഗോപന്മാർ പരമാനന്ദ നിർവൃതരായി ഭവിച്ചു. അടുത്ത അധ്യായം അടുത്ത പംക്തിയിൽ. നന്ദി, നമസ്കാരം.